തോറ്റാലും ജയിച്ചാൽ ഔട്ട് കട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഹൊറർ ഗെയിമായിട്ടാണ്. ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് എൻഡ്ലെസ് നൈറ്റ്മെയറാണ് ഗൈസ്. എല്ലാവരും ചിലർ പേടിക്കുന്നതായിരിക്കും, പക്ഷേ നമ്മളതൊക്കെ സിമ്പിളായിട്ട് ജയിക്കാറൊക്കെ ഉള്ളതാണ്. പിന്നെ ഇനി ഇതും പിന്നെ ഒരു ഷോർട്ടും ആയിരിക്കും എൻ്റെ ലാസ്റ്റ് വീഡിയോ ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ ഇനി പരീക്ഷയൊക്കെ തുടങ്ങിയാണ് ഗൈസ്. അതുകൊണ്ടാണ് അതിന് ഞാൻ വേറെ വല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ലൈക്ക് അടിക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ അടിച്ചു പൊട്ടിച്ചോ ഗൈസ്. ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കൂടെ അടിച്ചു പൊട്ടിച്ചോ ഗൈസ്. നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹെഡ്ഫോൺ യൂസ് ചെയ്യായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, എനിക്ക് അത്ര കേൾക്കാൻ പറ്റില്ല. അപ്പോൾ കൺഫേം ഒക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ കളി തുടങ്ങിയാണ് ഗൈസ്. ആദ്യം തന്നെ നമ്മളെ ചെറുക്ക തോക്കൊക്കെ എടുത്ത് എന്തൊക്കെ ചെയ്യും, ബുള്ളറ്റ് ഉണ്ടാകുന്നൊക്കെയാണ്. ആ ബുള്ളറ്റൊക്കെ ഉണ്ട്. പിന്നെ ലോഡൊക്കെ ചെയ്യാണ്. ആരെങ്കിലും വെടിവെക്കാനായിരിക്കും. അല്ല ഗൈസ്, അവ സൂയിസൈഡ് ചെയ്യാനാണ്. ഇപ്പോൾ ഷോട്ട് ചെയ്യും. ഷൂട്ട് ചെയ്യടാ. ഷൂട്ട് ചെയ്തില്ല. ചിങ്കൺ ഗെയിം എന്ന് പറയുന്ന ആളാണ് ഇത്. 10 മണിക്കാണ് ഈ കളി. ഗെയിമൊക്കെ എന്തൊക്കെ. പിന്നെ അവരെ വൈഫും ഡോട്ടറും മരിച്ചിട്ടുണ്ട്, മർഡറാണ്. പിന്നെ ജെയിംസ് ഡോഗ്ലസ് എന്ത് ഫൈൻഡ് ദ മർഡർ. ഏത് സംഭവം നടന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ. ഡേയ്, അത് നമ്മൾ പേടിച്ച് കേട്ടാ. പോയ നമ്മൾ സ്റ്റാർട്ട് ഗെയിം കൊടുത്തിട്ടുണ്ട്. ഇതെന്താ എത്ര മണി? 12 മണിയോ? അല്ല എത്ര? 10 മണിയാണ് ഗൈസ് ആയിരിക്കുന്നത്. കളികൾ ഗൈസ്, ഇവിടെ BP ഒക്കെ എടുത്തു വച്ചിരിക്കുന്നു, നോട്ട്. ഒന്ന് നോക്കണം. അത് കളിയൊക്കെ തുടങ്ങാം. TV ഇടാൻ പറ്റുമോ? ഡ്രോയറോ തുറന്നു? ഒന്നുമില്ല ഗൈസ്. നമുക്ക് തുറക്കാം ഗൈസ്. ചോപ്പടിച്ച് ഗോ ടു മർഡർ ബെഡ്റൂം. ഇതെന്തടേ പയ്യെ പോണത്? ഇപ്പൊ കീ വല്ലതും കിട്ടുമായിരിക്കും. ഇതെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊന്ന് തുറക്കാം. ബാബസ്റ്റ്. ഇതാണ് അവളെ മോളെന്ന് തോന്നണം ഗൈസ്. നമുക്ക് പേടിയൊന്നുമില്ല, ഡാനിയൊക്കെ കളിച്ചതല്ലേ. പേടിച്ച് ഗൈസ്, നല്ല ഓർത്തെ പേടിച്ച കേട്ടാ. മനസ്സിലായി. അവ സ്വപ്നത്തിൽ നിന്ന് എന്താ സ്വപ്നം കണ്ടാണ് കേട്ടാ ഗൈസ് ചെറുക്കൻ. കളി തുടങ്ങാം. 2nd ഫ്ലോറിലാണ് ഗൈസ്. ഇനി അത് തുറക്കുമ്പോഴേക്കാണ് ഗൈസ് മറ്റേ സാധനം ഇനി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അറിയാം ഗൈസ്. എനിക്ക് പേടിയാവുക. ആരോ വരാണ് ഗൈസ്. ആരോ വരുകയാണ്. മനസ്സിലായി ഗൈസ്, ആരോ വരുന്നു. ഗൈസ് എന്തൊരു ജീവിയാണ് ഗൈസ്. നിങ്ങൾക്ക് വല്ല സൗണ്ട് കേൾക്കാമോ? എനിക്കൊന്നും കേട്ടുകൂടാ ഗൈസ്. ഇല്ല സൗണ്ട് കൂടി തന്നെ. എന്തിരിത്? എന്താ ലിസയുടെ ഭാഗത്തോട് രൂപ കൊടുത്തിരിക്കുകയാണ് ഗൈസ്. ഇനി എന്ത്? അപ്പം ഇതല്ലേ 2nd ഫ്ലോർ? പിന്നെ ഏതാണ് ഇപ്പം 2nd ഫ്ലോർ?
ഗൈസ് ഏതാണ് സെക്കൻഡ് ഫ്ലോർ? ആ തുറന്നു ഗൈസ് താനെ. ആ ഫോണൊക്കെ അടിക്കുന്നുണ്ട്. ആ പെട്ട് ഈ പാവക്കുട്ടിയുടെ അടുത്ത് നിന്ന് മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകാനല്ലേ. ഇവക്കെന്തിനു പറ്റി? ഇവളാണ് മറ്റേ വാരിയ ഇവൻ്റെ എന്തൊക്കെ എഴുതിയിരിക്കണം ഗൈസ്. ഇതല്ലേ ബെഡ്റൂം? എത്തിയില്ല. അല്ല ഇതാണ് കേട്ടോ ഗൈസ്. എത്തിയിട്ടുണ്ടോ ഇങ്ങനെ ഫൈൻഡ് എ ബാൻഡേജ്. ബാൻഡേജ് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ. തുറന്നു നോക്കും. പനപ്പട്ടി. ഓ ഇവിടെ തന്നെ ബാൻഡേജ് ഉണ്ട് ഗൈസ്. ഇതല്ലേ ബാൻഡേജ്? കിട്ടി ഗൈസ്. ബാൻഡേജിന് എന്ത് ചെയ്യണം? അല്ല അത് ബാൻഡേജ് അല്ല. പിന്നെ ഏതാണ് ബാൻഡേജ്? ഇതിൻ്റെ അകത്ത് കാണും. ഇതിൻ്റെ അകത്തും ഇല്ല ഗൈസ്. ഏതാണ് ബാൻഡേജ്? ഇത് തുറന്ന് നോക്കാം. ഗൈസ് എനിക്ക് കുറച്ച് പേടിയാവുന്നുണ്ട്. ഇവിടെ ആയിരിക്കും ഗൈസ് ബാൻഡേജ്. ഇതൊക്കെ എന്തൊരു സാധനം എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. കപ്പ് ഇട്ടിട്ടുണ്ട് ഗൈസ്. കിട്ടി ഗൈസ്. തലക്കെറിയാം നമുക്കിനി. ഇനി അത് വന്ന തലക്ക് ഹെഡ് ഷോട്ട് ഗൈസ്. ഗൈസ് എനിക്ക് പേടിയാണ് ഗൈസ്. ഗൈസ് ബാൻഡേജ് എവിടെ ഗൈസ്? ഇവിടെ ഇതിൽ സൗണ്ട് കേൾക്കൂലെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. എനിക്ക് മാത്രമേ എനിക്കും കേട്ടുകൂടാ. ഞാൻ ഇതിട്ടോണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്കും എവിടെയാണ് ഗൈസ്? എനിക്ക് പേടിയാവുകയാണ് ഗൈസ്. എൻ്റെ പിറകെ ആരും ഉണ്ടെന്ന് തോന്നുന്നു. ആരും ഇല്ല ഗൈസ്. പട്ടി മാത്രം വരെയാണ് എനിക്ക് പേടിയാവണം. ഈ പട്ടി വരുമ്പോൾ ഗൈസ്. ഗൈസ് എനിക്ക് പേടിയാണ് ഗൈസ്. ഗൈസ് പെട്ട് ഗൈസ്. ഇപ്പം ആ സാധനം വരും. ടി വി ഓഫ് ചെയ്ത് ഗൈസ്. ടി വി ഓഫ് ചെയ്ത് ഗൈസ്. ഏത് വഴി കൂടെ ആണെങ്കിൽ ആ സാധനം വരും. ഗൈസ് ബാൻഡേജ് എവിടെയെന്ന് അറിയാമോ ഗൈസ്? ഫൈൻഡ് ദ ബാൻഡേജ്. ഈ ബാൻഡേജ് എവിടെ ഗൈസ്? നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ഈ പട്ടി വരാണ് ഗൈസ്. എനിക്ക് പേടിയാണ് ഈ പട്ടിയുടെ. ഗൈസ് ബാൻഡേജ് എവിടെ? എവിടെയാണ്? അല്ല ബ്ലേഡ് വല്ലതും കിട്ടിയാൽ അറുക്കായിരുന്നു ഗൈസ്. അതിനകത്താണെന്ന് തോന്നുന്നു ഗൈസ്. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഞാൻ ചിലപ്പോൾ ഇപ്പം നിർത്താൻ സാധ്യതയുണ്ട്. ഇവിടേക്ക് എന്തിനൊക്കെ സാധനങ്ങൾ വയ്ക്കണം ഗൈസ്? ഒന്നും പിടി പോലും കിട്ടണില്ല. മറ്റേ പ്രാർത്ഥനയും കാണാനില്ല. ഞാൻ
ഇതൊക്കെ എന്തിരി ഗൈസ്. ഒന്നും കിട്ടണില്ല ഗൈസ്. ടേസൊക്കെ അട്രിയോ ഗൈസ്, എനിക്കൊന്നും മനസ്സിലാവണില്ല ഗൈസ്. അവിടെ എന്തോ ഗൈസ് അത് തുറന്ന് കേട്ടോ, അവിടെ സംഭവം എന്തോ തുറന്ന് ഗൈസ്. എന്താ അയൺ ചെയ്യുന്നത്? എൻ്റെ ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും പിടി പോലും കിട്ടുന്നില്ല ഗൈസ്. ഇതിനെ പറ്റി എനിക്കൊന്നും മനസ്സിലാവണില്ല, കളിയൊന്നും പിടികിട്ടണില്ല. നിങ്ങൾക്കിത് എന്ത് ഷാർപ്പനർ എവിടെയെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക. ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ചിലവർക്കൊക്കെ അറിയായിരിക്കും, ഇത് മറ്റേ അതേപോലെ ഒന്നുമില്ല, ഇവിടെ പെട്ടെന്നൊരു സാധനം കിട്ടണില്ല, അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ഇനി ഈ ഷോർട്സും കൂടെ ഞാൻ ഇടുള്ളൂ ഗൈസ്. ഈ വീഡിയോ ഒരു ഷോർട്സ് ഇട്ടിട്ട് ഞാൻ നിർത്തും ഗൈസ്. എന്നിട്ട് പിന്നീട് വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടുള്ളൂ. പിന്നെ പരീക്ഷയും കൂടെ ആണ്ട് ഇതാണ് ഗൈസ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെടില്ലെന്നാണ് തോന്നുന്നത്, കാരണം ഇവിടെ ഗൈസ്. എന്നാൽ നമുക്ക് കളി വൈൻഡപ്പ് ചെയ്യുകയാണ്.